വെൽക്കം ബാക്ക് ടു ചായയും കാപ്പിയും. സോ ഈ ഒരു വ്ളോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ വീക്സിൻ്റെ മിക്സായിട്ടുള്ള കുറച്ച് ക്ലിപ്സ് എല്ലാം കൂടെ ചേർത്തിട്ട് സം ഗുഡ് മെമ്മറീസ് ഫ്രം മൈ ലൈഫ് എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, സോ വീഡിയോ ഞാൻ സ്റ്റാർട്ട് ചെയ്തേക്കുന്നത് മഞ്ചൂരിൽ നിന്നാണ്. സോ ഞങ്ങളിപ്പോൾ മഞ്ചൂരിൽ നിന്ന് ഊട്ടിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. സോ ഇത് നമ്മുടെ എന്താണ് ലവ്ഡേൽ പറയുന്ന സ്റ്റേഷനാണ്. അവിടെ ട്രെയിൻ നിർത്തിയിട്ടേക്കുവാണ്. അങ്ങനെ ഫൈനലി ഇത്തവണ എന്നെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു സുഖി ഈ ട്രെയിനിൽ. ഞാൻ ഇതുവരെ പോയിട്ടില്ല. സോ നമ്മളിപ്പോൾ വന്നേക്കണത് കുറച്ച് ഓഫീസ് വർക്കിനും കൂടി വേണ്ടിയിട്ടാണ്. അപ്പോഴാണ് മമ്മി ഉണ്ടായിരുന്നത് നമ്മളെ കൂടെ കേട്ടോ. സോ ഇവിടെ ഒരു മ്യൂസിയം എക്സിബിഷൻ പോലെ എന്തോ നടക്കുന്നുണ്ട് പറഞ്ഞിട്ട് മമ്മി നമ്മളെ കൂട്ടിയിട്ട് വന്നു. ഗവൺമെൻറ്റിൻ്റെ വകയാണ് ബുക്ക് ഫെയർ, അങ്ങനെ എന്തൊക്കെയോ ബുക്ക് ഫെയർ ഉണ്ട്, പിന്നെ എക്സിബിഷൻ അത് തന്നെ ചുരുക്കി പറഞ്ഞാൽ. കളക്ടർ എല്ലാവരും വന്നിട്ടുള്ള എന്തോ പ്രോഗ്രാം. അപ്പോൾ അതിന് വേണ്ടി വന്നു ഞങ്ങൾ. ചുമ്മാ ജസ്റ്റ് ഒന്ന് ഒരു റൗണ്ട് നടക്കാൻ വേണ്ടിയിട്ട്. നിറയെ ബുക്സ് ഉണ്ടായിരുന്നു കേട്ടോ. കുറേ ബുക്സ് വെക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ കിഡ്സിന് കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവണ പോലെ കുറേ സംഭവങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതേപോലെ നന്നായിട്ടുണ്ടാവും. ഇങ്ങനെ ഒറിജിനലിനെ വെല്ലുന്ന ഡ്യൂപ്ലിക്കേറ്റ് സൗണ്ട് എഫക്റ്റ് ഒക്കെ ഉണ്ട്. ഓക്കെ, ഒരു മിനി ഫോറസ്റ്റ് തന്നെ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമ്മളിതെല്ലാം ഇങ്ങനെ നടന്നു കാണുമായിരുന്നു. ഇതേ പൈസ നമ്മുടെ നീൽഗിരീസ് സ്വന്തം പൈസ എവിടെ നോക്കിയാലും കാണാം. പശു ആടൊക്കെ മേണ പോലെ വവ്വാല്. ഇതൊരു കാട് പോലെ ചെയ്യുന്നുണ്ട്. പ്രഗ്നൻസിൻ്റെ അല്ലേ? മമ്മീൻ്റെ സാധനമൊക്കെ നല്ല ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഓ, അപ്പം സ്റ്റേജ് എവിടെയെന്നാ പറഞ്ഞ്? പിന്നെ ഇത് വേറൊരു ദിവസമാണ് കേട്ടോ. നമ്മൾ ബിക്കറ്റിൻ്റെ അവിടെയുള്ള ശിവശക്തി പറയുന്ന ഒരു സ്ഥലമാണ്. ഇവിടെ നമ്മൾ വന്നത് എന്തിനാണെന്ന് വെച്ചാൽ ബീട്രൂട്ട് ഹാർവെസ്റ്റിങ്ങിന് വേണ്ടിയിട്ട്. ഇതിൻ്റെ ഓണർ ചെറിയച്ഛൻ്റെ ഫ്രണ്ടാണ്. അപ്പം നമ്മളോട് പോയിട്ട് എടുത്തോളാൻ പറഞ്ഞു. എത്ര വേണ്ടതെന്ന് വെച്ചാൽ എടുത്തോ പറഞ്ഞു. അപ്പം നമ്മൾ വന്നപ്പോൾ അവിടെ ഒരു അണ്ണൻ ഉണ്ടായിരുന്നു. പുള്ളിക്കാരൻ നമുക്ക് എടുക്കുക, കാരണം നമ്മളെടുത്താൽ ഇനി കേടായാലോ പറഞ്ഞിട്ട് അണ്ണൻ തന്നെ നമുക്ക് എല്ലാം എടുത്ത് തന്നിട്ടാണ്. അത്യാവശ്യം ഉണ്ടായിരുന്നു, കുറേ ഉണ്ടായിരുന്നു. ഞാൻ ബാംഗ്ലൂർക്ക് എടുത്തിട്ട് വന്നു, കോയമ്പത്തൂർ കൊടുത്തു, തിരുപ്പൂർ കൊടുത്തു. അത്യാവശ്യം കുറേ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതിൻ്റെ ഇല എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ചീര പോലെ ഉപ്പേരിയൊക്കെ വെക്കുക, തോരൻ വെക്കാമെന്ന് പറഞ്ഞിട്ട് ഇല കളയണ്ട പറഞ്ഞിട്ട് ഇലയും കൂടെ ചേർത്തിട്ടാണ് എടുത്തത്. നമ്മളെടുക്കുമ്പോൾ ഇനി ഏതാ നല്ലത്, എടുക്കാറായത് ഏതാ, അങ്ങനെ പാകമായിട്ടുണ്ടോയെന്നൊന്നും അറിയില്ലല്ലോ. അതുകൊണ്ട് അണ്ണൻ നോക്കിയിട്ട് പുള്ളിക്കാരൻ പറഞ്ഞു, ഭയങ്കര ചിന്നതായാലും നല്ലതല്ല, ഭയങ്കര പെരുസായാലും നല്ലതല്ല, മീഡിയം സൈസ് നോക്കി എടുക്കുക പറഞ്ഞിട്ട് പുള്ളിക്കാരൻ നമുക്ക് നല്ലതൊക്കെ നോക്കി എടുത്തു തന്നു. ഗൈസ്, ഇത് വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് എനിക്ക് കുറച്ച് ഫീവറും നല്ല ത്രോട്ട് ഇതായിട്ട് നല്ല ചുമക്കുള്ള സമയമായിട്ട്. അപ്പം ഞാൻ ഇടയ്ക്ക് ചുമച്ച് കഴിഞ്ഞാൽ പ്ലീസ് എക്സ്ക്യൂസ് മീ. നല്ല രസമല്ലേ ഇത് കാണാൻ വേണ്ടിയിട്ട്. ഇത് ഫുള്ള് ബീട്രൂട്ട് ഇട്ട്, അപ്പുറത്ത് ഉരുളക്കിഴങ്ങ് ഉണ്ടായിരുന്നു, ഇപ്പുറത്ത് ക്യാരറ്റ് ഉണ്ട്. പക്ഷെ അതൊന്നും ആയിട്ടില്ല. ഇപ്പോൾ ഹാർവെസ്റ്റിനായിട്ടുള്ളത് ബീട്രൂട്ട് മാത്രം തന്നെയായിരുന്നു. നല്ല ബീട്രൂട്ടായിരുന്നു കേട്ടോ. ഞാൻ ബാംഗ്ലൂരൊക്കെ കൊണ്ടുവന്ന് കുറേ ദിവസമൊക്കെ യൂസ് ചെയ്തു. ഫ്രഷ് ഈ ഇല കളയാണ്ട് എടുത്തു കഴിഞ്ഞാൽ, ആ തണ്ട് കുറച്ച് അവിടെ വെച്ചിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രഷായിട്ട് കുറേ നാളിരിക്കും പറഞ്ഞു. അങ്ങനെ ഫൈനലി ആ ദിവസം വന്നു ഗൈസ്. ഡാഡി നമുക്ക് ട്രെയിനൊക്കെ സെറ്റാക്കി തന്നു. എനിക്ക് സുഖിനും ടിക്കറ്റൊന്നും എടുക്കാൻ പുള്ളിക്കാരൻ വിട്ടില്ല, മീൻസ് റെയിൽവേ ഓഫീസർ വിട്ടില്ല. ടിക്കറ്റൊന്നും എടുക്കണം, നിങ്ങൾ പോയിട്ട് വായോ പറഞ്ഞ്. സോ നമ്മൾ കുന്നൂർ ടു മേട്ടുപ്പാളയമാണ് ഇപ്പോൾ എടുത്തേക്കണത്. അതാണ് സ്റ്റീം എൻജിൻ പറഞ്ഞാൽ വാട്ടർ വെച്ചിട്ട് സ്റ്റീമായിട്ട് അങ്ങനെ ഓടുന്നത്. കുന്നൂർ വരെ പോണത് വേറെ എൻജിൻ, ഡീസൽ എൻജിൻ. ഓക്കെ, സോ ഇവിടെ ഊട്ടിയിൽ നിന്ന്
കുണ്ണൂർ വരും. വന്നിട്ട് എൻജിൻ ചേഞ്ച് ആകും. ഡീസൽ എൻജിൻ മാറിയിട്ട് സ്റ്റീം എൻജിൻ കണക്റ്റ് ആകുന്ന പ്രോസസ്സാണ് ഈ കാണിക്കുന്നത് കേട്ടോ. ഈ വരുന്നതാണ് നമ്മുടെ സംഭവം താരം. ഇയാളാണ് നമ്മളുടെ സ്റ്റീം എൻജിൻ. ഇതിങ്ങനെ പതുക്കെ കൊണ്ടുവന്ന് ഇതിൽ ലോക്കാക്കി സെറ്റാക്കണത് കാണാൻ നല്ല രസമാണ് കേട്ടോ. അപ്പോൾ കുറേ ഒക്കെ ടൂറിസ്റ്റുകൾ ഓൾറെഡി ഊട്ടിയിൽ നിന്ന് കയറി ഇരുന്നിട്ട് വന്നവരുണ്ട്. പിന്നെ കുറേ ആൾക്കാർ ഇവിടെ നിന്ന് കുണ്ണൂർ സ്റ്റേഷനിൽ നിന്ന് കയറുന്നവരുണ്ട്. സോ ഇത് കണക്റ്റ് ആകുന്ന പ്രോസസ്സ് കാണാൻ നല്ല രസമായിട്ടോ. എന്തായാലേ എൻജിനീയറിങ് മാർവെൽസ് എന്ന് പറയാം. ഇതൊക്കെ ബ്രിട്ടീഷുകാർ കണ്ടുപിടിച്ചതാണ് അന്ന്. അത് ഇപ്പോഴും നമ്മൾ അങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്നതേ നല്ലൊരു കാര്യം. അവർ വന്നിട്ട് നമുക്ക് അങ്ങനെ കുറേ ഗുണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കുറേ ഡെവലപ്മെൻറ്റ്സ് നമുക്ക് ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന് തന്നിട്ട് പോയിട്ടുണ്ട്. സോ ഇതൊരു എൻജിനീയറിങ് മാർവലാണ് ഗൈസ്. അടിപൊളിയാണ് കേട്ടോ. പിന്നെ ഈ എക്സ്പീരിയൻസും അതെ, ഞാൻ ഇത്ര മൈ വെയിറ്റ് വാസ് വർത്ത് ഓഫ് ഇറ്റ്. അത്ര സൂപ്പറായിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നമ്മൾ കുണ്ണൂർ ടു മേട്ടുപ്പാളയം വരെ ട്രെയിനിൽ പോയിട്ട് മേട്ടുപ്പാളയത്തു നിന്ന് ഞാനും സുഖിയും ബസ് കയറിയിട്ട് വന്നു. കാരണം കാറ് നമ്മൾ കുണ്ണൂരിലാണ് ഇട്ടുണ്ടായിരുന്നത്. പക്ഷേ അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരേ ഒരു നെഗറ്റീവ് എന്തായെന്ന് വെച്ചാൽ ഞങ്ങളിത് ഈ എൻജിൻ്റെ തൊട്ട് പിന്നാലുള്ളതിലായി ഇരുന്നത്. വീഡിയോ എടുക്കാനൊക്കെ അതാ നല്ലത് പറഞ്ഞിട്ട്. പക്ഷേ ഇത് സ്റ്റീം എൻജിൻ ആയതുകൊണ്ട് തന്നെ നിറയെ സ്റ്റീം വരും. അപ്പം നമ്മളെ ശരിക്കും പുഴുങ്ങാൻ വെക്കൂലേ, നമ്മൾ ഇഡ്ലിയിൽ കപ്പ ഒക്കെ പുഴുങ്ങാൻ വെക്കണ പോലെ ഉണ്ടായിരുന്നത്. അതിൽ നിന്ന് ഇങ്ങനെ പുക വന്ന് ആവി വന്ന് നമ്മളിങ്ങനെ വേർക്കാൻ വെക്കും. പിന്നെ നല്ല സൗണ്ടായിരുന്നു. ഇതിൻ്റെ തൊട്ടടുത്തായതുകൊണ്ട് ഡീസൽ എൻജിന് ഇത്ര സൗണ്ട് ഉണ്ടാവില്ല, സ്റ്റീം എൻജിന് ഭയങ്കര സൗണ്ടാണ്. അപ്പം ഞാനും സുഖിയും ഭാഗ്യത്തിന് ഇയർഫോൺസ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ഡിസൈഡ് ചെയ്ത് എന്തായാലും ഇതിൽ മിണ്ടിയും പറഞ്ഞും കുശലം പറഞ്ഞും ഒന്നും ഇരുന്ന് പോകാൻ പറ്റില്ല, കാരണം അത്ര സൗണ്ടാണ്. സോ നമ്മൾ ചെവിയിൽ ഇയർഫോൺസൊക്കെ വെച്ച് ഫസ്റ്റ് ഞങ്ങൾ പാട്ടൊന്നും വെച്ചില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ സൗണ്ട് തീരെ സഹിക്കാൻ വേണ്ടായപ്പോൾ ഞങ്ങൾ ഡിസൈഡ് ചെയ്ത് ശരി നമുക്ക് പാട്ടൊക്കെ വെച്ചിട്ട് ആക്ഷൻ ഓൺലി കൈ കൊണ്ടും വായ കൊണ്ടൊക്കെ ആക്ഷൻ കാണിച്ചിട്ടാണ് ഞങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരുന്നത് കേട്ടോ. പക്ഷേ ഇതാ ഇവിടെ നിന്ന് സ്റ്റാർട്ടാകുമ്പോഴേ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് എത്ര സ്റ്റീം വരുന്നുണ്ട് പറഞ്ഞിട്ട്. നമുക്ക് കണ്ണൊന്നും കാണാൻ പറ്റില്ല, ഫുൾ പുക പടലങ്ങൾ മാത്രം. ഇനി നിങ്ങളും ഞങ്ങൾ കണ്ട വ്യൂവിൽ നിന്ന് കുറച്ച് ഭാഗങ്ങൾ ഞാനിതിൽ ആഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്കും എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട്. നിങ്ങൾ ഇതുവരെ ഇത് ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും ട്രൈ ചെയ്യുക. നെക്സ്റ്റ് ടൈം നിങ്ങൾ ഊട്ടി വരുന്നുണ്ടെങ്കിൽ ട്രെയിൻ ട്രൈ ചെയ്യുക കേട്ടോ. അടിപൊളി എക്സ്പീരിയൻസ് ആണ്. എസ്പെഷ്യലി ദ റൂട്ട് ഫ്രം ഈ മേട്ടുപ്പാളയം കുണ്ണൂർ റൂട്ട് അടിപൊളിയാണ് കേട്ടോ. നല്ല രസമാണ്. നമ്മൾ ആ ഹിൽസിൽ നിന്ന് ഇങ്ങനെ ട്രാൻസിഷൻ കാണാൻ പറ്റും. താഴെ ഇറങ്ങി നമ്മൾ പ്ലെയിൻസിലെത്തുന്നത്. So enjoy this. ഇതെത്രമാത്രം സൗണ്ടായിരുന്നു ഞങ്ങളുടെ ചെവിയിൽ എന്നുള്ളത് നിങ്ങൾക്കും കൂടെ അറിയാൻ വേണ്ടിയിട്ട് ഞാനൊരു ഇച്ചിരി പോർഷൻ ഞാൻ ആക്ച്വൽ വോള്യത്തിൽ കേൾപ്പിച്ച് തരാം കേട്ടോ നിങ്ങൾക്ക് വേണ്ടിയിട്ട്.
അങ്ങനെ നമ്മൾ ഹിൽ ഗ്രോവ് എന്ന് പറയുന്ന സ്റ്റേഷനിൽ എത്തിയിട്ടാണ്. ഹിൽ ഗ്രോവ് സ്റ്റേഷനും ഞങ്ങൾക്ക് നല്ല മെമ്മറബിൾ കുറേ എക്സ്പീരിയൻസ് തന്നിട്ടുണ്ട്. നമ്മൾ ലോക്ക്ഡൗൺ ടൈമിൽ ഇവിടെ വന്നിട്ട് ഒരു നൈറ്റ് സ്റ്റേ ഒക്കെ ചെയ്തിട്ടുണ്ട്. അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ ഡാഡിൻ്റെ കൂടെ. ഇങ്ങോട്ട് ഫുൾ ട്രെക്കിങ് ചെയ്ത് നടന്നൊക്കെ വന്നിട്ട്. സോ ഇവിടെ കുറച്ച് നേരം നിർത്തിയിടും, കാരണം ഇത് സ്റ്റീം എഞ്ചിൻ അല്ലേ, അപ്പോൾ ഇതിൽ വെള്ളം റീഫിൽ ചെയ്യണം. സോ ഇവിടെ ഹിൽ ഗ്രോവിൽ കുറച്ച് നേരം നിർത്തിയിട്ടിട്ട് വെള്ളമൊക്കെ റീഫിൽ ചെയ്യും. ആ സമയത്ത് നമുക്കിവിടെ ചായ കുടിക്കണമെങ്കിൽ ചായ കുടിക്കാം, കടികളായിട്ടുള്ളതുണ്ട് അങ്ങനെ. അപ്പോൾ എല്ലാവരും ഒന്ന് റിലാക്സ് ആകാൻ വേണ്ടിയിട്ട് എല്ലാവരും പുറത്തിറങ്ങുന്ന ഒരു സ്റ്റേഷനും കൂടിയാണ് ഹിൽ ഗ്രോവ് സ്റ്റേഷൻ. അങ്ങനെ നമ്മൾ ഓൾമോസ്റ്റ് ഇതാ മേട്ടുപ്പാളയം എത്താറായിട്ടോ. പ്ലെയിൻസ് എത്താറായതിൻ്റെ സിംറ്റംസ് ആണ് ഇതൊക്കെ. നിറയെ ബിൽഡിങ്സും പിന്നെ ഫ്ലാറ്റായല്ലോ, പ്ലെയിൻസ് ആയല്ലോ. സോ അങ്ങനെ നമ്മൾ സക്സസ്ഫുള്ളി നമ്മളുടെ ട്രെയിൻ ജേർണി കഴിഞ്ഞു. ഇത് ചുമ്മാ എടുത്താൽ കേട്ടോ. അത് ദീപാവലി ടൈമിൽ റൂഫി വന്നിട്ടുണ്ടായിരുന്നു വീട്ടിൽ. നിറയെ ബ്രൗൺ കാണുന്നതാണ് റൂഫി കേട്ടോ. റൂഫിയും സോറോം കൂടെ ഉള്ള ആർമാദമാണ് കാണുന്നത്. കളിച്ചുകൊണ്ടിരിക്കണം അവർ രണ്ടാളും. ഫസ്റ്റ് സെറ്റ് ആയിട്ടുണ്ടായിരുന്നില്ല, പിന്നെ നമ്മൾ സെറ്റാക്കി വിട്ടു. ഇല്ല അത് ഇതേപോലെ വരും. എന്താ അത് ബുസ്സായ എല്ലാ കത്ത ಇಲ್ಲ ഒന്നാകില്ല ഒന്നാകൂല. സോ ഞങ്ങളുടെ ദീപാവലി സെലിബ്രേഷനാണ് കേട്ടോ നിങ്ങളിപ്പോൾ കാണുന്നത്. ചെറിയച്ഛൻ, ചെറിയമ്മ, സഞ്ജു, സജയ്, മമ്മി, ഡാഡി, ഞാൻ, സുഖി, സുഹൃത്, നമ്മളെല്ലാവരും കൂടെ ചെറിയ രീതിയിലൊന്ന് ദീപാവലി സെലിബ്രേറ്റ് ചെയ്തതാണ്. അതെ പട്ടാസ് അവിടെ അതാ ഡാഡി സൈഡിൽ കൂടെ. സുഖി മാറി, സുഖി കാണാല്ലേ മമ്മീനെ. ഇവിടെ പട്ടാസ് വെച്ചിട്ടുണ്ട്. എന്റെ കാലിടാ പട്ടികളെ. എന്ത് വെക്കാൻ പോണ്? ഡേ എന്റെ കാലിൽ ഞാൻ ഇട്ടിട്ടുണ്ടെങ്കില. ഓ സജയാണ് തട്ടിവിട്ട ആളല്ലേ. താഴെ താഴെ സൂര്യ നമസ്കാരം ചെയ്യുന്ന പോലെ. അത് മേലെ പോയി. അത് അർണക്കാണ്. അത്രയാണ്.
സോ ദിവാലി സ്പെഷ്യലായിട്ട് ഞാൻ ഉണ്ടാക്കിയത് മട്ടൻ ബിരിയാണി ആയിരുന്നു കേട്ടോ. പിന്നെ മമ്മി ബ്ലഡ് പൊരിയൽ, പിന്നെ എന്തൊക്കെയാണ് നമ്മൾ ചിക്കൻ ഫ്രൈ അങ്ങനെ എല്ലാം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇത് ഉച്ചയ്ക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ബാലൻസ് ഉണ്ടായിരുന്നു. ഇത് തന്നെ നമ്മൾ ഡിന്നറിനും എടുത്ത്. പക്ഷേ ഡിന്നറിന് സ്പെഷ്യൽ എന്തായിരുന്നു വെച്ചാൽ നമ്മളെല്ലാവരും ഉണ്ടല്ലോ, അപ്പോൾ ടെറസിൽ നമ്മൾ ബാർബിക്യൂയും കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെയായിരുന്നു നമ്മളുടെ ദിവാലി സെലിബ്രേഷൻ. ചിക്കൻ ഒരു തട്ടെടുക്കോ? തട്ട് സ്റ്റീലിന്റെ. പിന്നെ കുറേ ദിവസങ്ങൾ കഴിഞ്ഞിട്ടുള്ളതാണ് കേട്ടോ ഈ വീഡിയോ. ഇത് നമ്മളെല്ലാവരും കൂടെ മധുരൈ പോവാണ്. ശ്രീവല്ലിപുത്തൂർ നമ്മളുടെ ഫ്രണ്ടിൻ്റെ കാർത്തിൻ്റെ കല്യാണം ഉണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ട് നമ്മൾ പോവായിരുന്നു. സോ പോണ വഴിക്ക് നമുക്ക് നേരെ പോകേണ്ടത് ശ്രീവല്ലിപുത്തൂർ. അവിടെ ഒരു ദിവസം നമ്മൾ ഒരു ദിവസം നേരത്തെ പോകുന്നുണ്ട്. അടുത്ത ദിവസം കോവിൽപ്പട്ടിയിൽ വെച്ചിട്ടാണ് റിസപ്ഷനും കല്യാണം. അപ്പോൾ നമ്മൾ ശ്രീവല്ലിപുത്തൂരിൽ പോയി അവിടെ ടെമ്പിളൊക്കെ പോയി. അങ്ങനെ നല്ല ഫണ്ണായിരുന്നു കേട്ടോ എല്ലാവരും കൂടെ. സോ അതിൻ്റെ കുറച്ച് ക്ലിപ്സും കൂടെ ഞാനിവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. നിശാന്തിന്റെ നിരഞ്ജിന്റെ വിചാരിച്ച എവിടെ പോടും? ഇവിടെ വാടാ. റീൽസാ? ഇത് ഞങ്ങൾ ഇടയിലൊന്ന് നിർത്തിയതായിട്ട് എല്ലാവരും റിലാക്സ് ആകാൻ വേണ്ടിയിട്ടും. പിന്നെ ഇവിടെ വെച്ചിട്ടാണ് നമ്മൾ വിമൽ, പത്മ, അൻസാറിനൊക്കെ പിക്ക് ചെയ്തത്. സോ അതിന് വേണ്ടി നിർത്തിയതായിരുന്നു. നല്ല അടിപൊളി വ്യൂ ആണ് കേട്ടോ. ഇവിടെ നല്ല പാടം, നെൽകൃഷിയൊക്കെ ഉണ്ടായിരുന്നു. സോറോ ആണെങ്കിലും നല്ല ഫൺ ചെയ്യണ്ടായിരുന്നു. അവൻ മൂത്രമൊഴിക്കാനൊക്കെ വേണ്ടി ഞങ്ങൾ അവനെ ഫ്രീ ആയിട്ട് വിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ സുഖി അത് അവിടെ ഒരു കോർണറിൽ നിന്നിട്ട് കടൽ വറുത്തിട്ടിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ആറിനായിട്ടാണെന്നറിയില്ല. പിന്നെ നമ്മൾ നല്ല ഫണ്ണായിട്ടുണ്ടായിരുന്ന ട്രിപ്പ് മുഴുവൻ നല്ല ഫുഡ് കഴിച്ചു. ഞാൻ ചെയ്ത ഈ വ്ളോഗിൽ ഞാൻ ചെയ്ത ഒരു വലിയ മണ്ടത്തരം എന്താ അറിയോ? ഈ മധുരൈ ട്രിപ്പിൽ 2 സ്ഥലത്ത് നമ്മൾ അടിപൊളി ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു. അത് രണ്ടും ഞാൻ വീഡിയോ എടുക്കാൻ വിട്ടുപോയി. എന്തിനാണ് ഞാൻ എന്നെ വ്ളോഗറെന്ന് വിളിക്കുന്നതെന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. ഫുഡ് കണ്ടാൽ ഞാൻ മറന്നു പോകണു ഗൈസ് വീഡിയോ എടുക്കാൻ. ആദ്യം നമ്മൾ പോണ വഴിക്ക് നിർത്തിയ സ്ഥലത്തു നിന്നും നല്ല അടിപൊളി മട്ടൻ ബ്രെയിനും അതും ഇതൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ തിരിച്ചു വരുമ്പോൾ മധുരേൻ്റെ ഉള്ളിൽ പോയിട്ട് പവർ കടൈ പറഞ്ഞൊരു സ്ഥലത്ത് കയറിയിട്ട് അടിപൊളി ഫുഡ് കഴിച്ച്. പറഞ്ഞാൽ എത്ര വെറൈറ്റീസ് കഴിച്ചെന്നറിയോ? പക്ഷെ ഒന്നിൻ്റെ വീഡിയോ എടുത്തില്ല. എല്ലാവർക്കും വിശന്ന് എല്ലാവരും തീറ്റയിലായിരുന്നു. ആരും എന്നെ ഓർമ്മിപ്പിച്ചുമില്ല, ഞാനായിട്ട് ഓർത്തുമില്ല. സോറി ഗൈസ്. ഞാൻ മധുരൈ ഫുഡ് വ്ളോഗ് പിന്നെ ഒരിക്കൽ ചെയ്യുന്നതായിരിക്കും.
ഓ ഇത് ഞങ്ങൾ അടുത്ത ദിവസം രാവിലെയാണ് കേട്ടോ ശ്രീവല്ലിപുത്തൂർ ആണ്ടാൾ ടെമ്പിളിൽ പോയിട്ടുണ്ടായിരുന്നു. സോ അതിൻ്റെ അടുത്തായിട്ടുള്ള ഒരു സ്ഥലത്ത് നമ്മളൊരു 10-15 പേരുണ്ട് കേട്ടോ, 20 പേരിൻ്റെ അടുത്തുണ്ട്. നമ്മളിനെ എല്ലാവരെയും അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഹോട്ടൽ നമുക്ക് കിട്ടി. അപ്പോൾ വേലാണ് കേട്ടോ ഇതെല്ലാം ഫുൾ അറേഞ്ച് ചെയ്തത്. അവൻ അടിപൊളിയായിട്ട് ഞങ്ങൾ ഹോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാർത്തിൻ്റെയും നമ്മളുടെ ഒക്കെ ഫ്രണ്ട് തന്നെ വേല്, അവൻ അവിടുത്തെ തന്നെയാണ് ശ്രീവല്ലിപുത്തൂർ. സോ അവനാണ് നമ്മളുടെ ഫുള്ള് ഹോസ്റ്റ് ചെയ്തത്. സോ ഇത് ടെമ്പിളാണ് കേട്ടോ, അടിപൊളി ടെമ്പിൾ. കുറച്ച് സ്ഥലത്തൊക്കെ വീഡിയോ എടുക്കാൻ പറ്റി, അവിടെ ഒക്കെ എടുത്തിട്ടുണ്ട്. ചുമ്മാ കുറച്ച് ഗ്ലിംസസ് എല്ലാം കാണിക്കാൻ വേണ്ടിയിട്ട്. കൊഞ്ചിക്കോ വഴി വഴി எல்லாம் நல்ல குட்டியாக போயிட்டு என்னன்னா அதில் கிளார் நல்லா இருக்கு. இல்லை அது கரெக்டாக இருக்கும். கீழே போய் டி திருத்தா കാൽ പൊള്ളിയിട്ട് തിരിച്ചു. അങ്ങനെ പോയാ എടാ ഇത് കഴിഞ്ഞ അടുത്ത പരിപാടി എന്താ? ബാക്കി ഇപ്പൊ പറയണ്ട, അതിന്റെ ഉള്ളിൽ ഇരുന്ന് പറയണ്ട എന്താ പ്ലാൻ എന്ന്. അവിടെ മുത്തു ശക്തിയൊക്കെ എന്താ ചെയ്യണ്ടാണോ? ഇതെവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ഒരു ഫേമസ് സ്ഥലമാണ് കേട്ടോ ഈ പാൽഗോവ വാങ്ങാൻ. നിങ്ങൾക്കറിയാലോ ശ്രീവല്ലിപുത്തൂർ ഏറ്റവും ഫേമസ് പാൽഗോവയാണ്. എനിക്കിഷ്ടമില്ല, പക്ഷേ ഇവിടെ കുറേ പേർക്ക് ഇഷ്ടമാണ്. അപ്പോൾ എല്ലാവരും വീട്ടിലേക്ക് വേണ്ടിയിട്ടും ഫ്രണ്ട്സിന് വേണ്ടിയിട്ടൊക്കെ വേണ്ടി കുറേ വാങ്ങിച്ചു. അപ്പോൾ നിഷു പറഞ്ഞ് ഈ സ്ഥലമാണ് ഏറ്റവും ബെസ്റ്റായിട്ട് ഉണ്ടാക്കുന്നത്, കുറേ നാൾ ഷെൽഫ് ലൈഫും ഉണ്ട് പറഞ്ഞിട്ട് നമ്മളെല്ലാവരും ഇവിടെ വന്നിട്ടാണ് വാങ്ങിയത്. സോ ഇവിടുത്തെ തിരക്ക് കണ്ടാലേ നിങ്ങൾക്ക് മനസ്സിലാവും, അപ്പം നല്ലത് തന്നെ ആയിരിക്കും. ഇതെന്താ ഐറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പൊറോട്ടേനെ സാലനിൻ്റെ പാക്കറ്റിലിട്ടിട്ട് കുതിർക്കാൻ വെക്കും കുറേ നേരം, ഒരു 10-15 മിനിറ്റ്. എന്നിട്ട് നമ്മളതെടുത്ത് തിന്നുമ്പോൾ ഊറൽ എന്നാണ് പറയുക കേട്ടോ ഇതിനെ. ഈ ഏരിയയിൽ ഭയങ്കര ഫേമസ് ആണ്, മധുരൈ സൈഡിൽ ഊറൽ പറഞ്ഞിട്ട്.
നോൺ വെജ് ഗ്രേവി തന്നെ തോന്നുന്നുണ്ട്. ഗ്രേവിയിലേക്ക് പൊറോട്ടേനെ പിച്ചിട്ട് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് നേരം ഇങ്ങനെ കമഴ്ത്തി വെക്കും പാക്കറ്റിന്. എന്നിട്ട് പിന്നെ അത് അങ്ങോട്ട് തുറക്കുമ്പോഴുള്ള ആഹാ. പിന്നെ ഇതാ ഞങ്ങളിപ്പോൾ ശ്രീവല്ലിപുത്തൂരിൽ നിന്ന് കോവിൽപ്പട്ടി പോണ ജേണിയാണ് കേട്ടോ ഇത്. നല്ല മഴ കിട്ടി. ഞങ്ങൾക്ക് വരുന്ന വഴിയിൽ കുറേ സ്ഥലത്ത് ഞങ്ങൾക്ക് നല്ല മഴ തന്നെയായിരുന്നു. തിരിച്ചു പോകണവരെ മഴ തന്നെയായിരുന്നു. ഇടയിൽ മഴയില്ലാതെ അങ്ങനെ. സോ നമ്മൾക്ക് കോവിൽപ്പട്ടിയിൽ സ്റ്റേ ഒക്കെ റെഡിയാക്കിയിട്ടുണ്ട്. സോ അവിടെ പോയി നമ്മളെല്ലാവരും ഫ്രഷ് ആയിട്ട് വേണം നമ്മൾ റിസപ്ഷന് പോകാൻ വേണ്ടിയിട്ട്. ഇന്ന് രാത്രി റിസപ്ഷനും നെക്സ്റ്റ് ഡേ രാവിലെ കല്യാണം, അങ്ങനെയാണ് അജണ്ട. സോ ഇതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ചെറുക്കനെ വരുമ്പോൾ റിസപ്ഷൻ കേട്ടോ വരുമ്പോൾ ഇത് മാലപ്പടക്കം പോലെ വെച്ചിട്ട് വെൽക്കം ചെയ്യണ പോലെ. ആദ്യം അവർ ഓപ്പോസിറ്റ് സൈഡിലുള്ള ഒരു ടെമ്പിളിൽ എന്തോ പൂജ കഴിഞ്ഞിട്ടാണ് ഈ ഓഡിറ്റോറിയത്തേക്ക് വരുന്നത്. വരുന്ന വഴിക്ക് ഇങ്ങനെ നമ്മൾ ഇത് ചെറുക്കൻ്റെ ഫ്രണ്ട്സ് നമ്മളെല്ലാവരും കൂടെ ചേർന്നിട്ടാണ് ഇങ്ങനെ മത്തത് നീ പൂക്കൂട്ടി പോലെ മേലെ വരുന്നല്ല വേണമില്ലയാ.
അതൊക്കെ വരട്ടെ. ഞങ്ങള് കല്യാണത്തിന് പോയിട്ട് വരാം. ഞങ്ങൾ കല്യാണത്തിന് പോയിട്ട് വരാം കേട്ടോ. നല്ല കുട്ടിയായിട്ടിരിക്കുക. ഓക്കെ. போடி போடி. சண்டை போடுங்க. ഓ അങ്ങനെ പൊട്ടിച്ചു. ഞാൻ വെച്ചാൽ അവരെ തലയിലല്ല. ആ അതെ, ഒന്ന് ഫ്രണ്ടിൽ ഒന്ന് ബാക്കിൽ ഇനി ഒന്ന് ലെഫ്റ്റിൽ റൈറ്റ്. കണ്ണൻ്റെ അനിയത്തി അല്ലേ? അറിയില്ല. ஆமாடா. வரும் எப்படி இப்படி 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 நான் ஒரு நிமிஷம் இப்படி நீ வரும்போது வாங்கிக்கிறேன். இப்படிமா நான் திரும்பி வர வாங்கிக்கிறேன். பின்னாடிலாம் தெரியவே தெரியாது தெரியாது. பின்னாடி பேக் பேக் இந்த சைடு வாங்க தம்பி. ஓகே பேக் பேக் இங்க பின்னாடி போங்க தம்பி. இது எப்படி போட்டோ கடைசி
അങ്ങനെ ട്രിപ്പൊക്കെ കഴിഞ്ഞ് കല്യാണമൊക്കെ കഴിഞ്ഞു ഞങ്ങൾ തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. സോ എല്ലാവരും കോയമ്പത്തൂർ വന്നിട്ട് പിന്നെ കോയമ്പത്തൂരിൽ നിന്നാണ് എല്ലാവരും അവരവരുടെ വീടുകളിലേക്ക് തിരിച്ചു പോകുന്നത് ഗൈസ്. സോ തിരിച്ചു വരുമ്പോഴും നമുക്ക് കുറച്ച് മഴ കിട്ടി, കുറച്ച് മഴ കിട്ടിയില്ല, അങ്ങനെയൊക്കെ ആയിരുന്നു. തിരിച്ചു വരുമ്പോഴായിരുന്നു ഫുഡിൻ്റെ വീഡിയോ എടുക്കേണ്ടിയിരുന്നത്, ഞാൻ മിസ് ചെയ്തു ഗൈസ്, സോറി. പിന്നെ ഇത് നമ്മൾ ഓൺ ദ വേയിൽ പല്ലടം എത്തിയപ്പോൾ നിർത്തിയതാണ് കേട്ടോ. അപ്പൊ ദൂരം എടുക്ക് സുഖി, അപ്പോഴാ താറ് വരുള്ളൂ. താറ് വരണോ അവന്, താറ് വരണോ? യൂട്യൂബില്. സോ താങ്ക് യു ഫോർ വാച്ചിങ്. നിങ്ങൾ ഇതുവരെ കണ്ടുവെച്ചെങ്കിൽ നിങ്ങൾ എൻ്റെ ഗ്രേറ്റ് സപ്പോർട്ടറാണ്. ഫുൾ വീഡിയോ കണ്ടു. താങ്ക് യു സോ മച്ച്. കീപ് സപ്പോർട്ടിങ് മീ ലൈക്ക് ദിസ്. ഐ ലവ് യു ഓൾ. പ്ലീസ് ഡു സബ്സ്ക്രൈബ്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്. ഞാൻ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് തിരിച്ചു വരുന്നതായിരിക്കും. ടിൽ ദെൻ ടാറ്റ ബൈ ബൈ. സ്റ്റേ ഹാപ്പി, സ്റ്റേ ഹെൽത്തി, ടേക്ക് കെയർ, ബൈ ബൈ.